ചിലത് കുറച്ചു കാലത്തേക്ക് മറച്ചു വെക്കാം, എന്നാൽ എക്കാലവും എല്ലാം ഒളിപ്പിച്ചു വെക്കാനാകില്ല. ആ യാഥാർത്ഥ്യം അരക്കിട്ടുറപ്പിക്കുകയാണ് വടകരയിലെ സംഭവം. കോഴിക്കോട് വടകരയിൽ 9 മാസം മുമ്പുണ്ടായ അപകടത്തിലാണ് ഇപ്പോൾ വഴിത്തിരിവുണ്ടായത്. അപകടത്തിനിടയാക്കിയ കാറ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി, അതും 10 മാസത്തിന് ശേഷം. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ 9 വയസ്സുകാരി കോമാവസ്ഥയിൽ ഇപ്പോഴും ചികിത്സയിലാണ്. വിദേശത്ത് കടന്ന പ്രതി ഷെജിലിനെ നാട്ടിലെത്തിക്കാൻ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. ഒരു വെള്ളക്കാരെന്ന സൂചനയിൽ അതിസമർത്ഥമായി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കാറും പ്രതിയും വലയിലായത്. കഴിഞ്ഞ ഫെബ്രുവരി 17 രാത്രി 9 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. വടകര ചേറോട് ദേശീയപാതയിൽ വെച്ച് ഈ കാർ 2 പേരെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. 62-കാരിയായ ബേബി തൽക്ഷണം മരണപ്പെട്ടു. അവരുടെ കൊച്ചുമകൾ 9 വയസ്സുകാരിയായ ദൃഷാന അബോധാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കോമ സ്റ്റേജിൽ കഴിയുന്ന ആ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അന്ന് ഇടിച്ചിട്ട ശേഷം പിന്നെ ഈ വാഹനം എങ്ങോട്ട് പോയി, ഏതായിരുന്നു ആ വാഹനം? വലിയ രീതിയിലുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒരു വെള്ള കാറാണ് ഇടിച്ചിട്ടത് എന്ന് ഒരു ഓട്ടോ ഡ്രൈവർ നൽകിയ മൊഴിയിൽ കഴിഞ്ഞ് മറ്റൊരു വിധത്തിലുമുള്ള തെളിവും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് നീണ്ട അന്വേഷണമാണ് പോലീസ് നടത്തിയത്. അതിനൊടുവിൽ ആ കാർ കണ്ടെത്തിയിരിക്കുന്നു. കുറമേരി സ്വദേശിയായിട്ടുള്ള ഷെജീൽ എന്ന വ്യക്തിയുടേതാണ് ആ കാറ്. ആ വ്യക്തി തന്നെയാണ് KL 18R 1846 എന്ന ഈ കാർ ഓടിച്ചിരുന്നത് എന്നും പോലീസ് കണ്ടെത്തി. ആ അപകടവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഈ കുടുംബത്തെ ഉൾപ്പെടെ ചോദ്യം ചെയ്തെങ്കിലും അവർ അംഗീകരിച്ചിരുന്നില്ല, ഈ സംഭവം സമ്മതിച്ചിരുന്നില്ല. പക്ഷേ പോലീസ് വിശദമായി വീണ്ടും ചോദ്യം ചെയ്തു. അതിനൊടുവിൽ ലഭ്യമായ തെളിവുകൾ അവരെ കാണിക്കുകയും ചെയ്തു. അതിനൊടുവിലാണ് ഈ അപകടമുണ്ടായത് സംബന്ധിച്ച് കുടുംബം വ്യക്തത നൽകുന്നത്. ഷെജീലും ഭാര്യയും 2 കുട്ടികളുമാണ് ഈ വാഹനത്തിൽ അന്ന് യാത്ര ചെയ്തിരുന്നത്. വടകരയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു. ആ വേളയിൽ കുട്ടികൾ 2 പേരും വാഹനത്തിൻ്റെ പിറകിലാണ് ഉണ്ടായിരുന്നത്. അവർ മുന്നിലിരിക്കാൻ വേണ്ടി ധൃതി കാണിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഷെജീലിൻ്റെ ഭാഗത്തുനിന്ന് ആ നിയന്ത്രണം നഷ്ടമാവുകയും ആ വേളയിൽ അപകടം സംഭവിക്കുകയും ചെയ്തു എന്നാണ് കുടുംബം പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയിരുന്നത് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSP VV ബെന്നിയാണ്. ഓരോ ഘട്ടങ്ങളിലും പോലീസിന്റെ അന്വേഷണ പുരോഗതി അപ്പോൾ തന്നെ ഹൈക്കോടതിയെ അറിയിച്ചു. അതിന് ഏറ്റവും ഒടുവിൽ ഈ വാഹനം കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം ബെന്നി കൂടി ചേരുന്നു. വാഹനം റിപ്പയർ ചെയ്യാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വാഹനത്തിൻ്റെ സ്പെയർ പാർട്സ് വിൽക്കുന്ന കടകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നേരിട്ട് പോയി സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് അവിടെയുള്ള വാഹനങ്ങൾ പരിശോധിക്കുന്ന രീതിയിലുള്ള അന്വേഷണങ്ങൾ വരെ നടത്തുകയുണ്ടായി. അതിനൊടുവിലാണ് ഒരു വർക്ക്ഷോപ്പിൽ നിന്നാണ് ഇങ്ങനെ ഇതിനൊരു ക്ലൂ കിട്ടുന്നത്. വർക്ക്ഷോപ്പിൽ ഇങ്ങനെ ഒരു വാഹനം റിപ്പയർ ചെയ്തതായിട്ടും അതിന് സ്പെയർ പാർട്ടുകൾ മാറിയതായിട്ടും മനസ്സിലാകുന്നത്. അങ്ങനെയാണ് വാഹനങ്ങളിലേക്ക് എത്താൻ സാധിച്ചത്. സംഭവത്തിന് പിറകെ പ്രതി വിദേശത്തേക്ക് കടന്നു. UAEയിലുള്ള ഷെജീലിന് വേണ്ടി പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 2 ആഴ്ചക്കകം തന്നെ പ്രതിയെ നാട്ടിലെത്തിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് പോലീസ്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കോഴിക്കോട് റൂറൽ SP നിധിൻ രാജ് വ്യക്തമാക്കുന്നുമുണ്ട്. ഏതായാലും പോലീസിന്റെ അന്വേഷണ മികവിന് ഒരു വലിയ പൊൻതൂവലായി ഈ കേസ് മാറിയിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. ഒരു തുമ്പുമില്ലാതിരുന്ന കേസാണ്. അതാണ് ഇത്രയേറെ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയും പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ കഴിയുകയും ചെയ്തിരിക്കുന്നത്. അതിനൊരു ബിഗ് സല്യൂട്ട്.